ഇന്നത്തെ നമ്മുടെ ഗെയിമാണ് ഇവൻ ഓഫ് റോഡ് റണ്ണർ. ബൂം ബീറ്റ് കമ്പനിയുടെ അത്യാവശ്യം ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലേ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണിത്. അടിപൊളി ചെയ്ത് നൈസ് ചെയ്ത്. ഞാനിതൊരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. പക്ഷെ അത്യാവശ്യം കൊള്ളാം. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ ഓഫാക്കിയത് ഗെയിമിൻ്റെ സൗണ്ട്, കാരണം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അടിപൊളിയാണ്. ഓഫ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. പക്ഷേ ഫ്യൂവൽ തീർന്നു അതിന് മുമ്പ്. അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ എന്താ പറയുക ഫ്യൂവൽ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇവിടെ വെച്ച് തന്നെ ഫ്യൂവൽ ചെയ്ത് ഇപ്പം കണ്ട ഫ്യൂവൽ പറയുന്നതിനനുസരിച്ച്. പക്ഷെ നൈസായിട്ടിരുന്ന് പ്ലേ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാട്ടോ ഇത്. അടിപൊളിയാണ്. ഈ കറക്റ്റ് ആഡിൽ കണ്ട പോലെ തന്നെ ഓരോ ആഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഡൗൺലോഡ് ചെയ്തിരുന്നു ഓരോ നേരം പോക്കെ. ഫ്യൂവൽ തീർന്നു. മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് കയറി വരും. ഇതുപോലെ തന്നെ ആഡ് ഓഫാക്കാനായിട്ട് ഞാൻ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ടും കളിക്കാൻ പറ്റും. ഡു ലൈക്ക് കാറ്റ്സ്. ആഡ് വേണ്ടെങ്കിൽ 390 വട്ടല്ലേ കൊടുക്കാം. നമുക്ക് ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഗ്രിപ്പ് ഉണ്ട്. ബോണസിൻ്റെ ആയിട്ടില്ല. പൈസ മേടിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടെ കളിച്ച് നോക്കാം ഫിനിഷിംഗ് പോയിൻ്റ് എത്താൻ പറ്റുമെന്ന്. ഇത് ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ വെറും 4ാമത്തെ ലെവലായത്. പക്ഷേ ഇത് ടാസ്ക്കാണ് കംപ്ലീറ്റ് ആക്കാൻ. എന്നാലും നമ്മളെന്താ പറയുക ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ വണ്ടിയുടെ പുറത്ത് ലോഡൊക്കെ വെച്ച് തരും. അങ്ങനെ ഉണ്ടോ? പക്ഷേ മേളിൽ കൂടി പോയാൽ മതിയായിരുന്നല്ലേ. മേളിൽ കൂടി പോയി അടുത്താണ്. ഈ താഴെ കൂടി പോയി കഴിഞ്ഞാൽ, പക്ഷെ താഴെ കൂടി പോകുന്നതിനനുസരിച്ച് നമ്മൾ എത്ര കല്ലും കട്ടയുടെ പുറത്ത് കയറിയാലും നമുക്കതിനനുസരിച്ച് ബോണസ് കിട്ടും. കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ഗെയിം പ്ലേ ചെയ്യുക, കിട്ടുന്ന പൈസ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്താൽ കയറുക, അങ്ങനെ. അപ്പോൾ ഇതിനു മുമ്പത്തെ ലെവലൊക്കെ ഈസി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഐക്യു കണ്ട, അതാണ് ഫിനിഷിംഗ് പോയിന്റ്. കണ്ട ഫിനിഷിംഗ് പോയിന്റിലെത്തണം. ഇനി 2-3 തവണ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റിലെത്തും നമ്മൾ. ഞാൻ ഇതിനു മുമ്പുള്ളൊരു ഗെയിം പ്ലേ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടപ്പെട്ട പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം എത്ര 200ഓളം MB വരും. എന്നാലും നൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.